ഈ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിന്റെ മുദ്രാവാക്യമടക്കം പ്രകടനത്തിൽ നമ്മൾ കണ്ടിരുന്നു. കാരണം SNDPയും NSSനെയും കടന്നാക്രമിച്ചുകൊണ്ട് രൂക്ഷമായി ഹൈന്ദവ സംഘടനകളെ പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ സംസ്ഥാനത്ത് ഏക വർഗീയ പാർട്ടി അല്ലാത്തൊരു പാർട്ടിയുള്ളൂ, മതേതര പാർട്ടി മുസ്ലിം ലീഗാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആ പേരിലുണ്ട്. KM ഷാജി പറഞ്ഞത് എന്താണെന്ന് കേരളം കണ്ടതാണ്, ഇപ്പോഴും ചർച്ചയാണ്. ഏതായാലും ഈ മുസ്ലിം ലീഗിനെ വീണ്ടും വിമർശിച്ച് കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അധികാരം ഉറപ്പായതോടെ മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദു വിരുദ്ധ നിലപാടിലേക്ക് മാറിക്കഴിഞ്ഞു. UDF അധികാരത്തിലേറെ മുമ്പ് തന്നെ മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയെന്ന വിമർശനം. ലീഗ് അഭിനയിക്കുന്ന മതേതര നാടകം കപടമാണെന്നും വെള്ളാപ്പള്ളി. ഇന്ന് പുറത്തിറങ്ങുന്ന യോഗനാഥം മുഖപ്രസംഗത്തിലാണ് വെള്ളാപ്പള്ളിയുടെ രൂക്ഷ വിമർശനം വരികൾ നൽകാൻ സുധീഷ് ഗോപാൽ ശരിയാണ്. സുധീഷേ, മുസ്ലിം ലീഗിന്റെ ഈ കപട മതേതരവാദത്തെ പലകുറി വിമർശിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ട് തന്നെ ആണ് ഈ യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരൊക്കെ അത്തരത്തിൽ പരാമർശ വിധേയമാകുന്നത് അല്ലേ? കാരണം കഴിഞ്ഞ ദിവസം നടത്തിയ ആ മുദ്രാവാക്യത്തിലെ വാക്കുകൾ പോലെ. പക്ഷേ ഇതിനെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വെള്ളാപ്പള്ളി വിമർശിച്ചിരിക്കുന്നത്. ലീഗിന്റെ കപട മതേതര മുഖമാണ് അഴിഞ്ഞു വീഴുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒപ്പം UDF ഭരണത്തിൽ എന്തായിരിക്കും കേരളത്തിന്റെ സ്ഥിതി എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, വ്യക്തമാക്കിയാണല്ലേ? അതോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞോട്ടെ, മലബാർ കലാപവും മാറാടും മറക്കില്ല എന്നതാണ് അവർ നൽകിയിരിക്കുന്ന തലക്കെട്ട്. അതെ 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 രാഹി അങ്ങനെ തന്നെയാണ്. അതിശക്തമായ ഭാഷയിലാണ് മുസ്ലിം ലീഗിനെ ഇത്തവണത്തെ യോഗനാഥത്തിലെ മുഖപ്രസംഗത്തിലൂടെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിമർശിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. അധികാര കസേര ഉറപ്പായതോടെ മുസ്ലിം ലീഗ് നേതാക്കളുടെയും അണികളുടെയും വാക്കിലും പ്രവൃത്തിയിലും ചില അപകട സൂചനകൾ വന്നിട്ടുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മുസ്ലിം ലീഗ് കടുത്ത ഹിന്ദുവിരുദ്ധ നിലപാടിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നു. SNDP യോഗത്തിനും NSSനുമെതിരെ കേരളത്തിലും പുറത്തും നടത്തുന്ന പ്രതിഷേധം ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ്, സാധൂകരിക്കുന്നതാണെന്നാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നത്. ലീഗിന്റെ മതേതര ജനാധിപത്യ വിരുദ്ധതയെ എതിർക്കുന്നവരെ മുസ്ലിം വിരുദ്ധ വർഗീയവാദികളായി ചാപ്പകുത്തി ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ്, ആസൂത്രിതമായ അത്തരമൊരു ശ്രമമാണ് ലീഗ് നടത്തുന്നതെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് മാത്യു കുഴൽനാടനെതിരെ ലീഗുകാർ നടത്തിയ അധിക്ഷേപം ചൂണ്ടിക്കാണിക്കുന്നു. കോലം കത്തിച്ചാലോ വെല്ലുവിളിച്ചാലോ ഒന്നും തന്നെ താൻ ഈ നിലപാടുകളിൽ നിന്നും പിന്മാറില്ല, ഇനിയും മുസ്ലിം ലീഗിനെ വിമർശിച്ച് തന്നെ രംഗത്തുണ്ടാകും എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഭരണത്തിന്റെ മറവിൽ മത തീവ്രവാദ ശക്തികൾക്ക് സംരക്ഷണം ഒരുക്കാമെന്ന ലീഗ് നേതാക്കളുടെ മോഹം പുതിയ സർക്കാരിൽ എത്രത്തോളം നടക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ടതാണെന്ന വളരെ ഗൗരവതരമായ ഒരു കാര്യം കൂടി വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരള മണ്ണ് ലീഗ് ഭരിക്കുമെന്നുള്ള വെല്ലുവിളിയും വിഷം ചീറ്റുന്ന മുദ്രാവാക്യങ്ങളും പച്ചത്തെറി വിളിച്ചുള്ള പ്രകടനങ്ങളുമാണ് അരങ്ങേറുന്നത്. ഇതിനെയൊക്കെ UDF മൊത്തത്തിൽ അനുകൂലിക്കുന്നു എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. അത് അവലും മലരും കരുതി വെക്കണമെന്ന ഒരു വാചകം മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നടത്തിയ ഈ പ്രകടനത്തിൽ ഇല്ലാതിരുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേസമയം തന്നെ KM ഷാജിയെ മന്ത്രിയാക്കുന്നതിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് വെള്ളാപ്പള്ളി. അതായത് സുധീഷ്, ഈ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഒരു ഭീഷണിയും അത്തരത്തിലുള്ള ഒരു നിലപാടുകൾക്കും വഴങ്ങില്ല. ശക്തമായ രീതിയിൽ മറുപടി നൽകും, ശക്തമായ രീതിയിൽ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത് അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം ഇതിനെ ഒരു തരത്തിൽ ഇവരുടെ മുസ്ലിം ലീഗിന്റെയോ അവരുടെ യൂത്ത് വിങ്ങിന്റെയോ ഒന്നും ഭീഷണിയിലോ പ്രകടനത്തിലോ പിന്നോട്ട് പോകാൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറാകില്ല. ശക്തമായി ഇതിനെ നേരിടും എന്നത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഈ ഒരു സമീപനമാണ് ലീഗിന്റേതെങ്കിൽ ഭരണം മുന്നോട്ട് പോകുമ്പോഴത്തെ സാഹചര്യം എന്താവും, കേരളത്തിന്റെ അവസ്ഥ എന്താവും എന്നതാണ് ചോദിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർക്കുക എന്നത് തന്നെയാണ് വെള്ളാപ്പള്ളി യോഗനാഥത്തിലെ മുഖപ്രസംഗത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നതും. രാഹി, എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം ലീഗ് അപ്പാടെ UDFനെ വിഴുങ്ങിയിരിക്കുകയാണ് KP. കാരണം ലീഗ് തീരുമാനിക്കും, പാണക്കാട് നിന്ന് നിർദ്ദേശം വരും, അതനുസരിച്ച് ഇവർ മറ്റേ അതെ അവർ
എന്താണ് ഒരു അല്ല, അവിടെ ഒരു ചോദ്യം ഉയരുന്നത് ഈ ആഭ്യന്തര വകുപ്പ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചു. ഈ ചെന്നിത്തല എത്രത്തോളം ലീഗ് നേതൃത്വത്തിന് വഴങ്ങുമെന്നാണ്. വി ഡി സതീശന്റെ കാര്യം നമുക്ക് മാറ്റി നിർത്താൻ. കാരണം എന്താണ് പാണക്കാട് എന്ന് പറയുന്നത് അത് അപ്പാടെ വിഴുങ്ങും, അതപ്പാടെ അനുസരിക്കും. കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ ചെന്നിത്തല നിലപാടുകൾ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിലപാടുകളാണ് വി ഡി സതീശനെ അടക്കം മുഖ്യമന്ത്രിയാക്കിയത്. അപ്പോൾ ദേശീയ നേതൃത്വത്തെ എപ്പോഴും അനുസരിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്, ഘടകകക്ഷിയാണ്. ഘടകകക്ഷിയിൽ രണ്ടാമനാണല്ലോ മുസ്ലിം ലീഗ്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നിലപാടുകളോട് വിധേയത്വം കാണിക്കാതിരിക്കാൻ ഇവർക്ക് പറ്റില്ല, ചെന്നിത്തലയ്ക്ക് പറ്റില്ല. അതാണ് നമ്മളെല്ലാവരും ആശങ്കയോടെ നോക്കുക. കാരണം കേരളത്തിലെ പൊതുസമൂഹം മതേതര കേരളമാണ് ആശങ്കയോടെ ആ ഒരു വിഷയത്തെ സമീപിക്കുന്നത് അല്ലേ? വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടുന്നതും അത് തന്നെയാണ് അല്ലേ? മലബാർ കലാപം, ഒപ്പം തന്നെ മാറാട്, ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ആ ഒരു ഭയാനകമായ സാഹചര്യം മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത്.